സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറഞ്ഞത്. ഇന്നലെ വിളിച്ചപ്പോൾ റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല. യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കും ഞാൻ കരുതി. അതെ, ചിലപ്പോ ഫോണിൽ ചാർജ് തീർന്ന് ഓഫായി പോയതാണെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, ഹൈദരാബാദ് ബ്രാഞ്ച് മാനേജർ ഒന്ന് വിളിച്ചു നോക്കാം. ഫിലിപ്പേ, പ്രണവ് ഇന്നലെ എപ്പോഴാ അവിടെ എത്തിയേ? ആരാ അവനെ പിക്ക് ചെയ്യാൻ പോയേ? എന്നിട്ടെന്താ എന്നെ ഇൻഫോം ചെയ്യാതിരുന്നേ? ശരി, വെക്ക, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്താ ഗൗതം? പ്രണവ് ഹൈദരാബാദിൽ എത്തിയിട്ടില്ലെന്ന്. ഫിലിപ്പ് തന്നെയാണ് പ്രണവിനെ പിക്ക് ചെയ്യാൻ പോയത്. ആ ഫ്ലൈറ്റില് പ്രണവ് കയറിയിട്ടില്ലെന്ന ഫിലിപ്പ് പറയുന്നത്. ആ ഫ്ലൈറ്റ് കയറാതെ പിന്നെ അവൻ എവിടെ പോയി? ഇനി ചിലപ്പോ ഫ്ലൈറ്റ് മിസ്സായി കാണോ? ഏയ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിച്ചാൽ അവൻ പറയേണ്ടതല്ലേ? അത് ശരിയാ. എന്തോ ചതിവ് പറ്റില്ലോ നിധി. പ്രണവ് നമ്മളെ പറ്റിച്ചു. അവൻ ഹൈദരാബാദിനൊന്നും പോയിട്ടില്ല. അതിനർത്ഥം അവന് ശിവാനിയെ വിട്ടിട്ട് ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്നല്ലേ? അവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. എത്രയും വേഗം കണ്ടുപിടിക്കണം. ഗൗതം, അമ്മാവനെ വിളിക്കുന്ന. അറ്റൻഡ് ചെയ്തേ, സ്പീക്കർ മോഡിലിട്. എന്താ അമ്മാവ? ചതി പറ്റിയല്ലോ മോളെ. എന്താ അമ്മാവ, എന്താ ഉണ്ടായേ? ശിവാനി പ്രണവിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അയ്യോ, എങ്ങനെയാ അമ്മാവ? എന്താ ഉണ്ടായത്? അവളെ ഞാൻ മുറിയിലിട്ട് പൂട്ടിയതാണ്. പക്ഷെ രാവിലെ ചെല്ലുമ്പോ അവളെ കാണാനില്ല. രേണുകയാണ് അവൾ ഒറ്റ ഒരുത്തിയാണ് ഇതൊക്കെ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? ശിവാനി കാരണം മോളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം വരില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷെ എല്ലാം കൈവിട്ടു പോയി മോളെ. അമ്മാവനോട് മോള് ക്ഷമിക്കും. അയ്യോ, എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് തല പെരുക്കുന്നു. അമ്മ ഫോൺ വെച്ചേ. എന്ത് നടക്കാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് നടന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗതം? അമ്മയും അച്ഛനൊക്കെ ഇതെങ്ങനെ സഹിക്കും? അവരോട് ഇതെങ്ങനെ പറയും? പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വാ, അവരെ വിവരം അറിയിക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വാ. അമ്മേ, അമ്മേ, അതാ വരുന്നു. എന്താടാ, എന്തിനാ നീ കിടന്ന് ബഹളം വെക്കുന്നേ? അത് പിന്നെ എന്താ മോളെ, വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ പ്രണവ് ഇന്നലെ ഹൈദരാബാദ് ഫ്ലൈറ്റ് കയറിയിട്ടില്ല. പാറു, ഫ്ലൈറ്റ് കയറിയിട്ടില്ലെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? അവൻ ആ ശിവാനിയും വിളിച്ചിറക്കിക്കൊണ്ട് അങ്ങോട്ടോ പോയി. അയ്യോ, ഇപ്പൊ ന്യൂസ് കിട്ടിയതേ ഉള്ളൂ അല്ലേ? ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നത്? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അവൻ നമ്മളെ ഹൈദരാബാദിന് പോകുന്നു പറഞ്ഞ് ചതിക്കായിരുന്നു അച്ഛാ. നിങ്ങൾ ഇതിപ്പോ എങ്ങനെ അറിഞ്ഞു? അമ്മാവൻ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതാ. ശിവാനി പ്രണവിന്റെ കൂടെ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. അയ്യോ എന്റെ ഭഗവാനെ. ഹൈദരാബാദിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടില്ല അവൻ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിയത്. പിന്നെന്താ പറ്റിയത്? എല്ലാം അവന്റെ പ്ലാനിങ് ആയിരുന്നു. അതല്ലേ എന്നെ ഒഴിവാക്കി അവൻ കൂട്ടുകാരന്റെ കൂടെ പോയത്. അവൻ നമ്മുടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാം സത്യമാണെന്ന് നമ്മളും വിശ്വസിച്ചു. അവൻ ശിവാനിയെ വിളിച്ചിറക്കൊണ്ട് പോയത് സത്യമാണോ മോളെ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ ജീവിതം പാഴായി പോയല്ലോ ദൈവമേ. ഇതൊന്നും എനിക്കങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല മോളെ. അമ്മാവൻ ശിവാനിയെ മുറിയിലിട്ട് പൂട്ടിയിരുന്നത്. അമ്മായിയാണ് കതവ് തുറന്നു കൊടുത്തതെന്ന് അമ്മാവൻ പറയുന്നത്. രാവിലെ എന്തായാലും അവള് വീട്ടിലില്ല. അവള് പോയിരിക്കുന്നത് പ്രണവിന്റെ കൂടെ തന്നെയാ. മോനെ എന്ത് ചെയ്യും മോനെ? ഞങ്ങളിപ്പോ അറിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
നടക്കാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിച്ചെന്നെ നടന്നില്ല ഗോപേട്ട. എല്ലാം തകർന്നല്ലോ എന്റെ. അവന്റെ ജീവിതം നശിച്ചു, തൊലഞ്ഞു. അമ്മ കരയാതിരിക്കുമേ. വരാൻ പോകുന്ന എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട്. അത് ജീവിക്കാൻ വിടുകയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ കയറി തലയിടണ്ടെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും കേട്ടോ ആരെങ്കിലും? ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? മര്യാദയ്ക്ക് ആ വിവാഹം നടത്തി കൊടുക്കണമായിരുന്നു.